പ്രിയപ്പെട്ട കുട്ടികളെ, ഭാരതം ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ നിറവിലാണ്. സ്വതന്ത്ര ഭാരതത്തിന് സ്വാതന്ത്ര്യ സമര ചരിത്രം ഒത്തിരിയുണ്ട്. മറ്റേത് രാജ്യങ്ങൾക്കും ഇല്ലാത്തത്ര സ്വാതന്ത്ര്യ സമര ചരിത്രം ഭാരതത്തിനുണ്ട്. ഇത് കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാന കർത്തവ്യം തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി അക്ഷീണം പ്രയത്നിച്ച് രക്തസാക്ഷിത്വം വരിച്ചു നേടിയ ഈ സ്വാതന്ത്ര്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഈ കർത്തവ്യം എല്ലാ അധ്യാപകർക്കുമുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഈ മഹാന്മാരെ ഓർത്ത് നമുക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഉത്തമ പൗരന്മാരായി വരും തലമുറ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്തതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളമുയരുമ്പോൾ ഭാഷയുടെയും വേഷത്തിൻ്റെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത്. മഹത്തായ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അജയ്യത നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപനെ പോലും മുട്ടുകുത്തിച്ച് നിശ്ചയദാർഢ്യത്തോടെ ആത്മബോധത്തോടെ പോരാടിയ നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയുവാൻ സാധിക്കും ഓരോ ഭാരതീയനും. പ്രാണനേക്കാൾ വലുത് പിറന്ന നാടിൻ്റെ അഭിമാനവും സ്വാതന്ത്ര്യവുമാണെന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗം കൂടിയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഇനിയും നിങ്ങളുടെ ചോര തിളച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെള്ളമാണെന്നും ഭാരതത്തിൻ്റെ സേവനത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യുവത്വം എന്ന് ചോദിച്ച ചന്ദ്രശേഖർ ആസാദും സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകൻ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാഹ്വാനം ചെയ്ത മഹാത്മാഗാന്ധിയും നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളിൽ ഏതാനും ചിലർ മാത്രം. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുന്ന അവസരത്തിൽ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ന് ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ആഞ്ഞടിച്ചിരിക്കുകയാണ് COVID-19. നമ്മുടെ സമസ്ത മേഖലകളെയെല്ലാം തകർത്തെറിയുകയാണ് ഈ മഹാമാരി. ഈ സമയം ഈ കാലവും കടന്നുപോകും എന്ന വാക്യം നമുക്കോർക്കാം. COVID-19 പിടിച്ചു കെട്ടാനുള്ള പോരാട്ടത്തിൽ നമുക്കും കൈകോർക്കാം. ഇതിൽ നിന്നും നമ്മൾ മോചനം നേടുക തന്നെ ചെയ്യും. 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളുടെ സ്മരണകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമമർപ്പിക്കാം. ഏവർക്കും ഈ മഹത്തായ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ലെറ്റ്സ് ഡ്രീം ഫോർ എ ഫ്രീ ഇന്ത്യ, ഫ്രീ ഫ്രം ഓൾ ടൈപ്സ് ഓഫ് സ്ലേവറി, and work hard for the realization of that dream, and see that our dreams are materialized before our eyes. That must be the fulfillment of every Indian's life. Thank you. Jai Hind. तेरी सांसों पे थोड़ा सा वतन का भी हक था, ना देख मुझे यूं मुड़ मुड़ के, तेरा मेरा साथ यही तक था। ये तेरी ज़मीं तेरे खून से ही तो सजती संवरती है रांझे, तेरे इश्क की मैं हकदार नहीं, तेरी हीर तो धरती है रांझे।
तेरी मिट्टी में मिल जावा गुल बनके मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा, तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू। ഇതെന്റെ രാജ്യം, ഇതെന്റെ മാതൃരാജ്യം, ഞാൻ പിറന്ന മണ്ണിനിക്ക് സ്വർഗരാജ്യം. മതേതുരത്വ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം, പെരുമയേറും പൈതൃകത്തിൻ നാടിതല്ല ഭാരതം. ഈ ദേശ ഹമാരാ, ജാന സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി, നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം നിറഞ്ഞ സ്നേഹചിത്രസാഗരം. നൂറ് നൂറ് ചിന്തകൾ, നൂറ് നൂറ് ഭാഷകൾ, മതത്തിനപ്പുറം നിറഞ്ഞ സ്നേഹചിത്രസാഗരം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ചൈതന്യം തോളു ചേർന്ന് അഭിരമിച്ച നാടിതല്ലു ഭാരതം. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ചൈതന്യം തോളു ചേർന്ന് അഭിരമിച്ച നാടിതല്ലു ഭാരതം. വിദേശ ഹമാരാ, ജാന സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി, പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുക, മനം എടുത്തു കണ്ണടച്ചു നോക്കൂ ഒത്തുയാകുവാൻ. പിച്ച വെച്ചു കണ്ണടച്ചു മുത്തിനെ മറക്കുക, മനം എടുത്തു കണ്ണടച്ചു നോക്കൂ ഒത്തുയാകുവാൻ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമോ, പിഴഞ്ഞു വീണു ചാകിലും മനസ്സത്തൊന്നു മാത്രമോ. കഴിയുകില്ല ഞങ്ങളിൽ മതേതരത്വ രക്തമോ, പിഴഞ്ഞു വീണു ചാകിലും മതത്തരത്വമോ. ഈ ദേശ ഹമാരാ, ജാന സെ പ്യാരാ, പ്യാർ ഹമാരാ. ആസാദി ആസാദി ആസാദി. भारत हमको जान से प्यारा है, वंदे मातरम। सबसे न्यारा गुलिस्ता हमारा है, वंदे मातरम। सदियों से भारत भूमि दुनिया की शान है, भारत माँ की रक्षा में जीवन कुर्बान है। भारत हमको जान से प्यारा है, सबसे न्यारा गुलिस्ता हमारा है। सनी सा वंदे उजड़ी नहीं अपना चमन, टूटे नहीं अपना वतन, गुमराह ना कर दे कोई, बर्बाद ना कर दे कोई। मंदिर यहाँ मस्जिद यहाँ, हिंदू यहाँ मुस्लिम यहाँ, मिलके रहे हम प्यार से। जागो वंदे मातरम, वंदे मातरम, वंदे मातरम। Respected teachers and my dear friends, I wish a wonderful day to you all. As we all know that today we are celebrating Independence Day. We celebrate Independence Day every year on August 15th. We should feel proud of being a part of India. We honor our great freedom fighters at the national celebration of Independence Day. 75 years ago, on August 15th, 1947,
India finally got freedom from the British rules. For the first time, Pandit Jawaharlal Nehru hoisted India's flag at the Red Fort. Since then, India celebrates Independence Day every year all across the nation. Freedom fighters struggled a lot to make India free from the Britishers. In addition, they were the ones who sacrificed their lives for the country. On this day, all the citizens of our country pays tribute to them. Being independent means freedom to speech and freedom to fundamental rights. Now, I would like to conclude my speech by telling that we will let our tricolor fly high on the sky to tell the world that we are great in this earth. Thank you all. ഭാരതം നിൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻസൂര്യനായുലകത്തിനും ഉണവേകുമെൻ ഭാരതം ഭാരതം നിൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻസൂര്യനായുലകത്തിനും ഉണവേകുമെൻ ഭാരതം സോദരൻ നാം ഒന്നായി കൈകോർത്തു മുന്നേറിടാം സ്നേഹപുഷ്പങ്ങൾ സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം ശാന്തി തൻ സ്നേഹതീരമായി പുണ്യഭാരതം ലോക സമസ്ത സുഖിനോ ഭവന്തു പാടുമെൻ ഭാരതം ശാന്തി തൻ സ്നേഹതീരമായി പുണ്യഭാരതം ത്രിവർണ്ണ പതാകകൾ നിറമാർന്ന സ്നേഹത്തിൽ നിറമാല ചാർത്തിടാം ത്രിവർണ്ണ പതാകകൾ നിറമാർന്ന സ്നേഹത്തിൽ നിറമാല ചാർത്തിടാം ഭാരതം എൻ ഭാരതം ഉണരുന്നു ഭാരതം പൊൻസൂര്യനായുലകത്തിനും ഉണവേകുമെൻ ഭാരതം മതജാതി വർണ്ണ ഭേദങ്ങളില്ലാതൊരുമിച്ച് മുന്നേറിടാം നാനാത്വത്തിനെ കൊത്തമായ പുണ്യഭാരതം മതജാതി വർണ്ണ ഭേദങ്ങളില്ലാതൊരുമിച്ച് മുന്നേറിടാം നാനാത്വത്തിനെ കൊത്തമായ പുണ്യഭാരതം ജീവൻ അർപ്പിച്ചും നമ്മെ കാത്തിടും ധീരജവാന്മാർക്കെന്നും തുണയായിടാം ജീവൻ അർപ്പിച്ചും നമ്മെ കാത്തിടും ധീരജവാന്മാർക്കെന്നും തുണയായിടാം
മുതലേ സത്യത്തെ മുറുകി പിടിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി. സത്യത്തിനു വേണ്ടി നിലകൊണ്ട ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ നാടകം കാണാനിടയായത് ഗാന്ധിജിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. ഗാന്ധിജി ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അന്നത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന പ്രൊഫസർ ഗിമി കായിക പരിശീലനം നിർബന്ധമാക്കി. ഗാന്ധിജിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. അദ്ദേഹത്തെ ശുശ്രൂഷിക്കേണ്ടത് ഗാന്ധിജിയുടെ കടമയായിരുന്നു. കായിക പരിശീലനത്തിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് ഗാന്ധിജി പ്രൊഫസറിനോട് ആവശ്യപ്പെട്ടെങ്കിലും പ്രൊഫസർ അത് സമ്മതിച്ചില്ല. ഒരു ശനിയാഴ്ച ക്ലാസ് രാവിലെ ആയിരുന്നു. വൈകിട്ട് 4 മണിക്ക് കായിക പരിശീലനത്തിനായി വീണ്ടും സ്കൂളിൽ ചെല്ലണമായിരുന്നു. വാച്ചില്ലാത്ത ഗാന്ധിജിയെ കാർമേഘങ്ങൾ ചതിച്ചു. ഗാന്ധിജി സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം പ്രൊഫസർ ഗിമി അറ്റൻഡൻസ് പരിശോധിച്ചപ്പോൾ ഗാന്ധിജി വന്നിട്ടില്ലായിരുന്നുവെന്ന് കണ്ടെത്തി. ഗാന്ധിജി ഉണ്ടായ കാര്യങ്ങൾ പ്രൊഫസറിനോട് പറഞ്ഞെങ്കിലും പ്രൊഫസർ അത് വിശ്വസിച്ചില്ല. അതുമാത്രമല്ല, കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ് പിഴയും നൽകി. പിഴ കിട്ടിയതിനേക്കാൾ താൻ കള്ളം പറഞ്ഞുവെന്ന് പ്രൊഫസർ വിശ്വസിച്ചതാണ് ഗാന്ധിജിയെ ഏറെ വേദനിപ്പിച്ചത്. ഇതിൽ നിന്നും സത്യവാനായ ഒരു മനുഷ്യൻ കൂടുതൽ ശ്രദ്ധാലുകൂടിയായിരിക്കണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. കൂട്ടുകാരെ, ഗാന്ധിജി തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കിയ ഈ ഗുണങ്ങളിലൂടെയാണ് സത്യത്തെ മുറുകെ പിടിച്ച് അഹിംസയിലൂന്നിയ സമരങ്ങളിലൂടെ നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഗാന്ധിജിയെ പോലെയുള്ള മഹത് വ്യക്തികളുടെ ജീവിതം മാതൃകയാക്കി നമുക്കും വളരാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. നന്ദി. ജയ് ഹിന്ദ്. मेरे वतन, ऐ वतन आबाद रहे तो, आबाद रहे तो। वतन वतन मेरे आबाद रहे तो, ऐ वतन वतन मेरे आबाद रहे तो, मैं जहाँ रहूँ जहाँ में याद रहे तो। ऐ वतन मेरे वतन, ऐ वतन मेरे वतन।
സ്വത്താണ് നിത്യമാം ശക്തിയാണ്. ഭാരതം ഞങ്ങളുടെ മണ്ണാണ്, മനസ്സാണ്, സ്വത്താണ്, നിത്യമാം ശക്തിയാണ്. ഈ മാതൃഭൂമി തൻ നെഞ്ചിലേക്കുയരുന്ന ചിത്രമാം ശക്തിയെ വെട്ടിമാറ്റും. ഈ മാതൃഭൂമി തൻ നെഞ്ചിലേക്കുയരുന്ന ചിത്രമാം ശക്തിയെ വെട്ടിമാറ്റും. ചിത്രമാം ശക്തിയെ വെട്ടിമാറ്റും. ചിത്രമാം ശക്തിയെ വെട്ടിമാറ്റും. സത്യധർമാദികൾ പാലിക്കുമുത്തുംഗവേദേതി സാര സംസ്കാരമല്ലോ. സത്യധർമാദികൾ പാലിക്കുമുത്തുംഗവേദേതി സാര സംസ്കാരമല്ലോ. എന്നും സമസ്ത സുഖ സൗഭാഗ്യമരുളുന്ന സ്വത്താണ് ഭാരതം, ഈ ആർഷഭാരതം. എന്നും സമസ്ത സുഖ സൗഭാഗ്യമരുളുന്ന സ്വത്താണ് ഭാരതം, ഈ ആർഷഭാരതം. ഈ ആർഷഭാരതം, ഈ ആർഷഭാരതം, ഈ ആർഷഭാരതം, ഈ ആർഷഭാരതം, ഈ ആർഷഭാരതം, ഈ ആർഷഭാരതം.